ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലഘട്ടമാണ് എ ഡി അഥവാ അന്നോ ഡൊമിനി. ഇതൊരു ലാറ്റിൻ വാക്കാണ്. ഇതിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് ദ ലോർഡ് അഥവാ കർത്താവിൻ്റെ വർഷത്തിൽ. ഇവിടെ നമ്മൾക്ക് പരിചയമുള്ള രീതിയിൽ വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു. അതായത് ഒന്നാമത്തെ എ ഡിക്ക് ശേഷമായിരിക്കും രണ്ടാമത്തെ എ ഡി. അങ്ങനെ നീണ്ടുപോകുന്നു. ഒടുവിൽ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന 2025 എ ഡി. എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും വിപ്ലവങ്ങളുടെയും ചരിത്രം ഈ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും വർഷത്തിലെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഇതൊരു രഹസ്യമാണ്. ഇപ്പോൾ ചില രാജ്യങ്ങളിലും ചരിത്രകാരന്മാരും ഈ മതപരമായ പദങ്ങൾ മാറ്റി ഉപയോഗിക്കാറുണ്ട്. ബി സിക്ക് പകരം BCE അഥവാ ബിഫോർ കോമൺ എറ എന്നും എ ഡിക്ക് പകരം CE എന്നും അതായത് കോമൺ എറ എന്നും ഉപയോഗിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ സംസ്കാരങ്ങൾക്കും സ്വീകാര്യമാകുന്ന ഒരു പൊതുവായ കാലഗണന ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ രണ്ടിൻ്റെയും എണ്ണൽ രീതി ഒന്നു തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരെ, എ ഡിയും BC യും നമ്മുടെ ടൈം ട്രാവലിൻ്റെ പാസ്പോർട്ട് പോലെയാണ്. ഒരു വർഷം ഏത് കാലഘട്ടത്തിൽ നിന്നുള്ളതാണ് എന്ന് കൃത്യമായി അറിയാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ലോക ചരിത്രത്തിൻ്റെ ഈ ടൈം ലൈൻ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായില്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇതുപോലുള്ള രസകരമായ വിവരണങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.